السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ ബലിപെരുന്നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് അയ്യാമുത്ത് തശ്രീഖിന്റെ ഈ ദിവസത്തിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബലികർമ്മവും മറ്റുമെല്ലാം ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ സഹായിച്ച, സഹകരിച്ച, പ്രയത്നിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ദുൽഹിജ്ജ 11, 12, 13 എല്ലാം അയ്യാമുത്ത് തശ്രീഖ് എന്നാണ് അറിയപ്പെടുന്നത്. ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസങ്ങളെയാണ് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയുന്നത്. ഇന്ന് ദുൽഹിജ്ജ 11 ആണ്. അയ്യാമുത്ത് തശ്രീഖ് എന്താണ് എന്നും
അതിൽ നാം ചെയ്യേണ്ട, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് പ്രധാനമായിട്ടും ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. അയ്യാമുത് തശ്രീഖ്, അതിനെ സംബന്ധിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അറിയപ്പെട്ടതായ ആ ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ടതായ ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അതിന് നമുക്ക് വിശദീകരണം നൽകി. അറിയപ്പെട്ട ദിവസം എന്ന് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് അയ്യാമുത് തശ്രീഖ്, ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 3 ദിവസങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പറഞ്ഞത് എന്ന് ഖുർആൻ ശരീഫിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നിസ്കാരങ്ങൾക്ക് ശേഷം നാം തക്ബീർ ചൊല്ലുന്നത് അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങളിൽ. ഞായറാഴ്ച അസ്ർ വരെയും സമയമുണ്ട്. അതിനിടയിൽ വരുന്ന ഫർദ് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, മയ്യത്ത് നിസ്കാരം, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് വാജിബാണ് എന്നതാണ് പറയപ്പെടുന്നത്. തക്ബീർ ചൊല്ലൽ വളരെയധികം പ്രബലമായ സുന്നത്താണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശമാണ്. വദ്കുറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നിസ്കാരം കഴിഞ്ഞാൽ മറ്റു ദിക്റുകൾക്ക് മുമ്പും ആകണം അത്. എന്നാ പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അഫ്ളൽ ദിക്റൊക്കെ കഴിഞ്ഞിട്ട് പോരാ. സലാം വീട്ടിയ ഉടനെ തന്നെ ആ തക്ബീർ കൊണ്ടാണ് നാം ജോലിയാകേണ്ടത് എന്നതാണ് ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ അയ്യാമുത് തശ്രീഖിന്റെ ഈ ദിനരാത്രങ്ങളിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ചൊല്ലുന്നത് തക്ബീറാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങളാണ്. ബഹുമാനികളെ, ഈ തക്ബീറിന് വലിയ സ്ഥാനമാണുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങിയതിൽ ഒന്നാമത്തത് എന്താന്ന് നമുക്കറിയാം. ഏതാ? ഇഖ്റ അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. രണ്ടാമതായിട്ട് വഹി ഇറങ്ങിയത് എന്താണെന്നറിയോ? രണ്ടാമതായിട്ട് വഹി ഇറങ്ങിയതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വറബ്ബക ഫകബ്ബിർ. രണ്ടാമതായിട്ട് ഇറങ്ങിയ വഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, ഖും എഴുന്നേൽക്കൂ, ഫഅൻദിർ അങ്ങ് മുന്നറിയിപ്പ് നൽകൂ, വറബ്ബക ഫകബ്ബിർ, കബ്ബിർ എന്ന് പറഞ്ഞാൽ അർത്ഥം തക്ബീർ ചൊല്ലുക. വറബ്ബക ഫകബ്ബിർ എന്നതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. നോക്കൂ, രണ്ടാമതായിട്ട് ഇറങ്ങിയ വഹയിൽ ഹബീബായ തങ്ങളോടുള്ള നിർദ്ദേശമാണ് വറബ്ബക ഫകബ്ബിർ. അത് തന്നെയാണ് നമ്മൾ പെരുന്നാളിന്റെ സുദിനങ്ങളിൽ അയ്യാമുത് തശ്രീഖിന്റെ ദിനരാത്രങ്ങളിൽ നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന തക്ബീറും. വലിയ മഹത്വമാണ് അതിനുള്ളത്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ചൊല്ലണം. ആരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. നമ്മൾ ചെല്ലാൻ നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് നമ്മളോട് കൽപ്പന നൽകിയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. അല്ലാഹു തആല ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ
അയ്യാമുത്ത തശ്രീക്കിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞ വാക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയ്യാമുത്ത തശ്രീക്കിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യാമുത്ത തശ്രീക്ക് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിക്കുന്നത് അയ്യാമുത്ത തശ്രീക്ക്, അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങൾ അയ്യാമു അക്ലിൻ വശുർബ്, ഭക്ഷണം കഴിക്കുന്ന ദിവസങ്ങളാണ്. അത് കുഴപ്പമില്ല, തക്ബീർ ചെല്ലാൻ തടസ്സമുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട്, പല രീതിയിലും പല മോഡലുകളിലും ആക്കിയിട്ടെല്ലാം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ ഹദീസ് അപ്പൊ നല്ല അല്ലെ, സ്വീകാര്യമാണ്. തക്ബീറിനെ കുറിച്ച് പറഞ്ഞത് ഫർദിനൊക്കെ ഞങ്ങൾക്ക് പറ്റും, സുന്നത്തിനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. എന്തേ എനിക്ക് ചിരിച്ചിട്ടുണ്ടാ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അയ്യാമുത്ത തശ്രീക്ക് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ദിവസങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെയും പാനീയം കുടിക്കുന്നതിന്റെയും ഭക്ഷണ പാനീയത്തിന്റെയും ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായിട്ട് പറയാണ്. അതെന്തിനാ ഉസ്താദ് അങ്ങനെ പറയണത്? ഇപ്പോ അതിലെന്താ ഞങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്? ഭക്ഷണം കഴിക്കണമെന്ന് ഞങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ബഹുമാനികളെ, നോമ്പെടുക്കൽ ഹറാമാ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈമാനങ്ങൾ കേറിയിട്ടേ അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസമല്ലേ എന്നാ അങ്ങോട്ട് നോമ്പെടുത്തേക്കാം, ഹറാമാണ്. അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ്. ഇത് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേർച്ചയാക്കിയതും പറ്റൂല, ഖളാ ഉള്ളതും പറ്റൂല. എന്തുകൊണ്ട്? അയ്യാമു അക്ലിൻ വശുർബ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലേക്ക് അയക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചു പറയാൻ കൽപ്പിക്കുമായിരുന്നു, ലാ തസൂമു ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കല്ലേ, ഫഇന്നഹാ അയ്യാമു അക്ലിൻ വശുർബ്, ഇത് ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ്. കണ്ടോ, ഭക്ഷണം കഴിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ദിവസമാണെന്ത്? അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങൾ. ഒരിക്കലും നോമ്പെടുക്കാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഈ ദിവസങ്ങളെല്ലാം പെരുന്നാളിന്റെ ഹുക്കുമാണ്. അപ്പോ തക്ബീർ ചൊല്ലുന്ന കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നോമ്പ് എടുക്കാൻ പാടില്ല, അത് ഹറാമായ കാര്യമാണ്. ഇനി അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങളിൽ ഹാജിമാരുടെ ഡ്യൂട്ടി എന്താ? അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങളിൽ ഹാജിമാരുടെ ഡ്യൂട്ടി എന്താ? ജംറകളിൽ കല്ലെറിയുന്ന ദിവസങ്ങളാണ്. 3 ജംറകളിൽ കല്ലെറിയുന്ന ദിവസമാണ് അയ്യാമുത്ത തശ്രീക്കിന്റെ ദിവസങ്ങൾ. 3 ജംറകളിൽ കല്ലെറിയുന്നു. എന്താണ് അതിന്റെ ഹുക്മ്? എന്താണ് അതിന്റെ ഹിക്മത്ത്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. മറ്റൊന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിശാചിനെതിരെ എറിഞ്ഞതായ കല്ലിന്റെ ഒരു പുനരാവിഷ്കരണമാണ് അവിടെ നടക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്നേഹനിധിയായ തന്റെ പുത്രനെ അറുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ 3 സ്ഥലങ്ങളിൽ വെച്ചാണ് പിശാച് തടസ്സമായിട്ട് വന്നത്. ഓ ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാ കാണിക്കാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു പിതാവിനോട് സ്വന്തം മകനെ അറുക്കാൻ ദൈവം കൽപ്പിക്കോ? പിശാച് വന്ന് തടസ്സമായിട്ട് നിന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവനെ എറിഞ്ഞു. 7 കല്ലുകൾ എടുത്തിട്ടാണ് അവനെ എറിഞ്ഞത്. 7 പ്രാവശ്യം എറിഞ്ഞു, ഓടിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. 3 സ്ഥലങ്ങളിൽ വന്നുകൊണ്ട് അവൻ തടസ്സമായിട്ട് നിന്നു. 3 സ്ഥലങ്ങളിലും 7 കല്ല് വീതം എറിഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാ വഹിക്കാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പിൽ പിശാച് തടസ്സമായി വിഘ്നമായിട്ട് വന്നപ്പോ
അവനെ കല്ലെറിഞ്ഞുകൊണ്ട് പായിക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത്. ആ ഒരു പ്രവർത്തനത്തിനോട് പ്രതീകാത്മകമായ പ്രവർത്തനമാണ്, അമലാണ് ഹാജിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്താണ് ബഹുമാനികളെ ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ശിരസാ വഹിക്കുന്ന, അനുധാവനം ചെയ്യാൻ തയ്യാറാകുന്ന ഓരോ മുഅ്മിനും മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് മുമ്പിൽ തടസ്സമായി വരുന്ന പിശാചിനെ ഓടിച്ചു കളയുക, ആട്ടിപ്പായിക്കുക എന്നത് മുഅ്മിനിന്റെ വലിയ ഒരു ഉത്തരവാദിത്തമായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അതെ, അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രക്ക് തടസ്സമായിട്ട് നിൽക്കും എപ്പോഴും പിശാച്. സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കും ഇബ്ലീസ്. ഏതെങ്കിലും പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, വിശ്വാസത്തിന്റെ കാര്യത്തിൽ പോലും ഇബ്ലീസ് ഇടപെടും എന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ അനുധാവനം ചെയ്യുന്ന, നെഞ്ചോട് ചേർക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കണം, പിശാചിനെതിരെയുള്ളതായ ഒരു പോരാട്ടം കൂടിയാണ് അയ്യാമുത്ത തശ്രീഖിന്റെ ദിനങ്ങൾ നമുക്ക് നൽകുന്നതായ സന്ദേശം. അയ്യാമുത്ത തശ്രീഖിന്റെ സന്ദേശം അത് തന്നെയാണ്, പിശാചിനെതിരെയുള്ളതായ പോരാട്ടം. നിസ്കാരം ഫസാദാക്കുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ നോമ്പ് ഫസാദാക്കുന്ന കാര്യം മാത്രമല്ല, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല ഇബ്ലീസിന്റെ പ്രവർത്തനം. പിന്നെയോ അനശ്വരമായ സ്വർഗീയ അനുഭൂതിയിലേക്ക് മനുഷ്യൻ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസ കാര്യങ്ങളിൽ പോലും ഇബ്ലീസ് നമുക്കെതിരെ തിരിയും എന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയേക്കുന്ന മുന്നറിയിപ്പാണ്. അപ്പൊ ഇബ്രാഹിം ഈ മില്ലത്തിനെ അനുധാവനം ചെയ്യുമ്പോ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്ലീസ്, ശൈത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കൽ വരും. ഇന്ന ശൈത്താന യഅതി അഹദകും ഫയഖൂലു, ഇബ്ലീസ് വന്നുകൊണ്ട് പറയും, മൻ ഖലഖസ് സമാ, ആകാശത്തെ ആരാടോ സൃഷ്ടിച്ചത്? അപ്പോൾ മുഅ്മിനീങ്ങൾ പറയും, ആരാകാശത്തെ സൃഷ്ടിച്ചത്? അല്ലാഹ്. പിന്നീടും ഇബ്ലീസ് മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും നമുക്കൊരു ചോദ്യം, മൻ ഖലഖൽ അർദ്, ഈ ഭൂമിയെ ആരാണ് സൃഷ്ടിച്ചത്? ഈ ഭൂമിയെയും ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തത്? അതിനുള്ള മറുപടിയൊക്കെ നമുക്ക് വരും, അല്ലാഹ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? അടുത്തവന്റെ ചോദ്യം, മൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്? പലപ്പോഴും നമ്മളിങ്ങനെ പ്രാപഞ്ചികമായ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇതിനെയെല്ലാം ആരാണ് സൃഷ്ടിച്ചത്, ഇതിനെയെല്ലാം ആരാണ് നിയന്ത്രിക്കുന്നത് എന്നെല്ലാം നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോ നമുക്ക് മുമ്പിൽ ഉത്തരം കിട്ടും, അല്ലാഹു ആണ് എന്ന്. എന്നാൽ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ ഇട്ടുതരും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അവൻ ചോദിക്കും, മൻ ഖലഖല്ലാഹ്, ആരാണ് അല്ലാഹുവിനെ സൃഷ്ടിച്ചത്? മൻ വജദ ദാലിക, ഈ ഒരു അവസ്ഥ ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടായാൽ, ഫഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിക്കുന്നു. ആമൻതു ബില്ലാഹി വറസൂലിഹി, ആമൻതു ബില്ലാഹി വറസൂലിഹി, സലാസൻ, 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥ ഇബ്ലീസ് ഇട്ടുതരുമ്പോ നിങ്ങൾ പറയേണ്ടത്, ആ ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്താനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾ തകരാറിലാകും. പിന്നെയോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, ആമൻതു ബില്ലാഹി വറസൂലിഹി, ഞാൻ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ എന്ന നിർദ്ദേശമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ബഹുമാനികളെ, വിശ്വാസം എന്നത്
ജീവനെ പോലെ അല്ലെങ്കിൽ ജീവനേക്കാളും പ്രാധാന്യത്തോടുകൂടെ കാണുന്നവരാണ് മുഅ്മിനീങ്ങൾ, അല്ലേ? ജീവൻ അല്ല നമുക്ക് പ്രധാനം ഈമാൻ തന്നെയാണ്, വിശ്വാസമാണ്. എന്നാൽ വർത്തമാനകാല ഇന്ത്യയിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്വാസത്തിന് മുമ്പിൽ ഭീഷണിയായി നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വന്ദേ ഭാരത്, വന്ദേ മാതരം. വന്ദേ മാതരം എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അതിന്റെ കുഴപ്പം പറഞ്ഞു തരേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരാണ് അതിന്റെ കുഴപ്പം നമുക്ക് പറഞ്ഞു തരേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിന്റെ അഭിനവ പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് വന്ദേ മാതരം എന്നത് അപകടകരമാണ്, വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്നതാണ്, വിശ്വാസത്തിന് തകർച്ച നൽകുന്നതാണ് വന്ദേ മാതരം എന്നുള്ളത്. ഒരു പാട്ട് പാടുന്നത് കൊണ്ട് എന്ത് കുഴപ്പം എന്ന് ചോദിക്കുമ്പോ, ബഹുമാനികളെ, ഭൂമിയെ മാതാവായി സങ്കല്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും കിട്ടുന്നതായ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ദൈവീക സങ്കല്പം കൊടുക്കുമ്പോ വിശ്വാസത്തിനത് തകർച്ചയുണ്ടാകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് വന്ദേ മാതരത്തിൽ സംഭവിക്കുന്നത്. അതൊരു നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ ജീവനേക്കാൾ പ്രധാനത്തോടുകൂടെ കാണുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളൽ പ്രയാസം തന്നെയാണ്. നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ നേരിടേണ്ടി വരുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത് ബഹുമാനികളെ. ഇതെല്ലാം പിശാചിന്റെ കൈകളുണ്ട്, ഇതിലെല്ലാം പിശാചിന്റെ കൈകളുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്കാരം ഫസാദാക്കലോ നോമ്പ് ഫസാദാക്കലോ അല്ല ലക്ഷ്യം. പിന്നെയോ ശാശ്വതമായ അനശ്വരമായ സ്വർഗീയ ജീവിതത്തിലേക്ക്, സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് അവൻ പല രീതിയിലുള്ള കുതന്ത്രങ്ങളും കൊണ്ടുവന്നു തരും. നമുക്കുള്ള ഉപകാരങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഭൂമിയെ മാതാവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരു ഗാനം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചേക്കുന്ന വസ്തുത എന്താണെന്നറിയോ? അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ. എന്റെ രക്ഷിതാവ്, ഞാൻ ആരാധിക്കുന്ന അല്ലാഹു, അല്ലദീ ഖലഖനി, അവൻ എന്നെ സൃഷ്ടിച്ചവനാണ്, ഫഹുവ യഹ്ദീൻ, അവനാണ് എനിക്ക് സന്മാർഗം കാണിച്ചു തരുന്നത്, വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, എനിക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകുന്നവൻ അവനാണ്. കണ്ടോ ഇബ്രാഹിമി സരണി? കണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത്, ഞാൻ അംഗീകരിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ചെയ്തു തന്ന ഉപകാരങ്ങളെ കുറിച്ചാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഒരു സ്ഥാനത്താണ് വന്ദേ മാതരത്തെ നമുക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നത്. ഇബ്രാഹിമി സരണിയെ മുറുകെ പിടിക്കേണ്ട സാഹചര്യങ്ങളും പിശാചിനെതിരെ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് മാനസികമായി നാം തയ്യാറാകേണ്ട അവസരങ്ങളാണ് ഇതെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞത് അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ, എന്നെ പടച്ചവനാണവൻ, എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ സംവിധാനിച്ചവനാണ്, എനിക്ക് മാർഗദർശനം നൽകിയവനും അവനാണ്, എനിക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകിയവൻ അവനാണ്, എന്നെ മരിപ്പിക്കുന്നതും പിന്നീട് ജീവിപ്പിക്കുന്നവനും അവനാണ്. അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്, അവനെയാണ് ഞാൻ അംഗീകരിക്കുന്നത്, അവനക്ക് മുമ്പിലാണ് ഞാൻ വണങ്ങുന്നത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ബഹുമാനികളെ, പല രീതിയിലുള്ളതായ കുതന്ത്രങ്ങളും ശൈത്താൻ നമുക്ക് മുമ്പിൽ പ്രയോഗിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാനോടുകൂടെ അവന് എതിരെ തിരിയാൻ നമുക്ക് കഴിവുണ്ടാകണം. അതാണ് അയ്യാമു തശ്രീഖിന്റെ ദിനരാത്രങ്ങൾ നമ്മളോട് പറയുന്നത്. അതിന് നാം എന്ത് ചെയ്യണം? അതിന് നാം അള്ളാഹുവിന്റെ അടിമയാകണം. അള്ളാഹുവിന്റെ അടിമയായ കഴിഞ്ഞാൽ നമുക്കിതിന് പറ്റും.
നമ്മൾ അള്ളാഹുവിന്റെ അടിമകളല്ലാത്തത് കൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. മുസ്ലിം പറയണത്. പിന്നെ ഞങ്ങൾ ആരുടെ അടിമയാണ്? ബഹുമാനികളെ, നമ്മൾ ദുനിയാവിന്റെ അടിമകളാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കുള്ള അടിമകളാണ്. ആലോചിച്ച് നോക്കൂ, നമുക്കെതിരെ നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ സമ്മതിക്കും? നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ അടിമകളാണ്, ഇച്ഛകളുടെ അടിമകളാണ്, ദുനിയാവിന്റെ അടിമകളാണ്. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഇബ്ലീസിനെതിരെ പ്രവർത്തിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇന്ന ഇബാദി, എന്റെ അടിമകളുണ്ടല്ല, എന്നെ അനുസരിക്കുന്ന, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവരല്ല, എന്നെ അനുസരിക്കുന്ന അടിമകൾ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്കൊരു അധികാരവുമില്ല കേട്ടോ, അവരെ നിനക്ക് തൊടാൻ കഴിയില്ല. ആര് പറഞ്ഞു? അല്ലാഹു തആല. ആരോട്? ശൈത്താനോട്. ശൈത്താനോട് അല്ലാഹു തആല പറഞ്ഞതാണ്, എന്റെ അടിമകളുണ്ട്, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നിസ്കരിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന, ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട്, ശരീരത്തിന്റെ ആഗ്രഹമാകുന്ന ഉറക്കത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകുന്നു. സകാത്ത് കൊടുക്കുന്ന സമയത്ത് അത് ശരീരത്തിന്റെ ആഗ്രഹം, ദുനിയാവിന്റെ താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത് റബ്ബിന്റെ കൽപ്പനയാണ്, ഞാൻ റബ്ബിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിരസ വഹിക്കുന്ന അടിമ. അങ്ങനെ ആരാധനാ കർമ്മങ്ങൾ ഓരോന്നും ശ്രദ്ധയോടുകൂടി നിർവഹിക്കുകയും അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന എന്റെ അടിമകളെ നിനക്ക് തൊടാൻ കഴിയില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനോട് പറഞ്ഞതാണ്. ബഹുമാനികളെ, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അയ്യാമുത്ത തശ്രീഖിന്റെ ഈ ദിനരാത്രങ്ങളിൽ ഹാജിമാർ ചെയ്യുന്ന ജംറകളിലുള്ളതായ കല്ലേറ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് പിശാചിനെതിരെ പ്രയോഗിച്ച ആ കല്ലേറിനുള്ള പ്രതീകാത്മകമായ അമലാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇബ്രാഹിമി മില്ലത്ത് അനുധാവനം ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസത്തിന്റെ കാര്യത്തിൽ കർമ്മരംഗങ്ങളിൽ പിശാചിന് എതിരെ നാം തിരിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പറഞ്ഞോ? അറിയില്ല, ഇല്ല, എൻ്റെ അടുത്തല്ല. ബഹുമാനികളെ, കമ്മിറ്റി പ്രത്യേകമായി ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒന്ന്, ഉളഹിയ്യത്ത് ഭംഗിയായി നടത്താൻ സഹകരിച്ച ഉളഹിയ്യത്ത് കമ്മിറ്റി, അതുമായി സഹകരിച്ച മറ്റ് സഹോദരങ്ങൾ, ഷെയർ എടുത്ത് സഹകരിച്ച എല്ലാവർക്കും കമ്മിറ്റി പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും കമ്മിറ്റിയുടെ പേരിലും ഈ പറഞ്ഞപ്പെട്ട ഉളുഹിയ്യത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഇതിൽ സഹകരിച്ചവർ, ഷെയർ എടുത്തവർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. വലിയ ഒരു ദൗത്യമാണ് ഇന്നലെ നിർവഹിച്ചത്. അൽഹംദുലില്ലാഹ്, ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ പലരും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അത്രയും സമയം ആ കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളായി അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സിറാത്ത് എന്ന പാലത്തിൽ വാഹനമാകേണ്ടതായ ആ ഉളുഹിയ്യത്ത് മൃഗം അല്ലാഹു തആല നമുക്ക് ഏവർക്കും സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പഠനോപകരണ വിതരണം ഇൻഷാ അല്ലാഹ് 31-ാം തീയതി ഞായറാഴ്ച 10:45 10:45 ഇൻഷാ അല്ലാഹ് നടത്തപ്പെടുന്നതാണ്. അപേക്ഷ നൽകിയിട്ടുള്ള എല്ലാവരും കൃത്യസമയത്തിന് തന്നെ എത്തിച്ചേരണമെന്ന് അറിയിച്ചിട്ടുണ്ട്. 31-ാം തീയതി ഞായറാഴ്ച 10:45 ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തിച്ചേരണം. മയ്യത്ത് നിസ്കാരമുണ്ട്. എന്താ പറയണേ? മയ്യത്ത് നിസ്കാരം രായമരക്കാർ മുഹമ്മദ് അലി ഭാര്യ ജമീല കോട്ടപ്പടി. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, എന്റെ ഭർത്താവ്, അത് കൊള്ളാം. വാടനപ്പള്ളി വലിയകത്ത് അബ്ദുട്ടി മകൻ ഹംസ എന്നവർക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം. ഈ 2 മയ്യത്ത് നിസ്കാരമുണ്ട്. മയ്യത്ത് നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്താണ് കേട്ടോ. അപ്പൊ ആ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. മയ്യത്ത് നിസ്കാരത്തിന് ശേഷവും തക്ബീർ ഉണ്ട്. ഈ ബലിപെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ജുമാ നിസ്കാരങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരമൊക്കെ കുറവായിരിക്കും.
അതുകൊണ്ട് അങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷമുള്ള തക്ബീർ ഒന്നും നമ്മൾ അങ്ങനെ ഒരു പരിചയം കണ്ടുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയുന്നതാണ്. ആ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ആ തക്ബീറോട് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിരിയേണ്ടത്. അല്ലാഹു തആല നമ്മെ ഇവരെയും സ്വീകരിക്കുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കാമിലായ ഈമാൻ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് പോലും ഈമാനെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പിശാച് പരിശ്രമിക്കുമെന്ന് ഞങ്ങളുടെ നേതാവ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഹജ്ജിനും ഉംറക്കുമായി വന്നിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ അമലുകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ദുആകളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. വീടുകളില്ലാത്തവരുണ്ട് റബ്ബേ, അനുയോജ്യമായ വീട് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നൽകപ്പെട്ട വീടുകളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പലവിധ രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട് നാഥാ, നീ ശിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഹോസ്പിറ്റലിലും വീടുകളിലുമായി കഴിയുന്നവരുണ്ട് റബ്ബേ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഓപ്പറേഷന് വിധേയയാകുന്ന സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ, നീ എളുപ്പം നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.